ഗൃഹാതുര സ്മരണകളുമായി പ്രവാസികളും ഓണം ആഘോഷിക്കുന്നുണ്ട്. അവധി ദിനത്തിലെത്തിയ തിരുവോണം പൂക്കളവും സദ്യയും തിരുവാതിര കളിയുമൊക്കെയായി ഗംഭീരമാക്കുകയാണ് UAE-യിലെ പ്രവാസികൾ. പുലർച്ചെ തന്നെ എല്ലാവരും ഒത്തുചേർന്ന് പൂക്കളമൊരുക്കിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. തിരുവോണ ദിവസം തന്നെ ഓണാഘോഷം ഗംഭീരമാക്കാൻ സാധിച്ച നിർവൃതിയിലാണ് UAE-യിലെ പ്രവാസികൾ. ചെറു സംഘങ്ങളായി വീടുകളിലും ഫ്ളാറ്റുകളിലും ഒത്തുചേർന്നായിരുന്നു ആഘോഷം. കസവുമുണ്ട്, സെറ്റ് സാരി ഉൾപ്പെടെ കേരളീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നാട്ടിലത്തെ ഓണത്തെക്കാളും കൂടുതൽ മനോഹരമായി നമുക്ക് UAE-യിൽ ഇവിടെ ഓണാഘോഷിക്കാൻ സാധിക്കാറുണ്ട്. നമ്മൾ ഗ്രൂപ്പായിട്ട് ഓരോരുത്തരും ഓരോ വിഭവം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഞങ്ങൾ തിരുവാതിരകളിയും ഓണസദ്യയും മറ്റ് കളികളെല്ലാം കളിച്ച് ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വമായി കളിച്ച് പിരിയുക ചെയ്യാറ്. അത് ഞങ്ങൾ നവംബർ വരെ ഓരോ സംഘടനയുടെ ഓണാഘോഷങ്ങളും ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഒരു ഹാപ്പി മൊമെൻ്റാണ് ഓണം. പൂക്കളവും സദ്യയും തിരുവാതിരകളെയും ഒക്കെയായി ആഘോഷ തിമിർപ്പിലായിരുന്നു ഓരോരുത്തരും. നബിദിനവും വാരാന്ത്യ അവധിയും ഒരുമിച്ച് വന്നതിനാൽ തിരുവോണം പൊതു അവധി ദിനത്തിലായത് ആഘോഷങ്ങളുടെ പൊലിമ കൂട്ടി. വരുന്ന തലമുറ നമ്മുടെ പൈതൃകവുമായിട്ട് ഇണങ്ങിച്ചേരുന്നതോ അവരുടെ ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യാത്തതാണ്. പക്ഷേ ഞങ്ങൾ മാക്സിമം മലയാളി കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഞങ്ങൾ പല സംഘടനകളിലൂടെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് നമ്മുടെ കുട്ടികളെ, പുതിയ ജനറേഷനെയും കൂടെ അതിൻ്റെ ഭാഗമാക്കി. ഇന്നിപ്പോൾ ഇവിടെ തന്നെ അവർ വള്ളപ്പാട്ട് പാടി, അവർ ഓണസദ്യ കഴിക്കുന്നു, അത്തപ്പൂക്കൾ ഇടുന്നു. നമ്മുടെ ഏറ്റവും ചെറിയ കുഞ്ഞു തൊട്ട് ഏറ്റവും വലിയ കുട്ടി വരെ എല്ലാവരും നമ്മുടെ ഓണത്തിൻ്റെ ഭാഗവും നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗവുമാണ്. പ്രവാസികളുടെ ഓണാഘോഷം ഈ തിരുവോണ നാളിൽ അവസാനിക്കുന്നില്ല. ഇത് ആഴ്ചകളും മാസങ്ങളും നീളും. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.